ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈം ആൻഡ് ചില്ലീസ്. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ ഡിഷായ അവിയലാണ്. അവിയൽ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കാറ്. ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അവിയലാണ് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയായിട്ടുള്ള ഒരു അവിയലാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അവിയൽ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഇത്രയും പച്ചക്കറികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചേന, പിന്നെ പച്ചക്കായ, പിന്നെ കുമ്പളങ്ങ, പാവയ്ക്ക, ക്യാരറ്റ്, അച്ചിങ്ങാപ്പയർ, മുരിങ്ങാവാൾ, കുറച്ച് സവാള, ഇതൊക്കെയാണ് ചേർക്കേണ്ടത്. എല്ലാ പച്ചക്കറികളും ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുക്കേണ്ടത്. ക്യാരറ്റ്, ചേന, പച്ചക്കായ ഇതൊക്കെ ഒരേ ഷേപ്പിൽ തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ മുരിങ്ങവാളിൻ്റെ തൊലിയൊക്കെ കളയണം. ഉള്ളി ഇതുപോലെയാണ് മുറിക്കേണ്ടത്. പിന്നെ എടുത്തിട്ടുള്ളത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങയും ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കണം. പൊതുവേ അവിയൽ ഉണ്ടാക്കുമ്പോൾ അതിൽ വെള്ളരിക്ക ചേർക്കാറുണ്ട്. എനിക്ക് വെള്ളരിക്ക കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇവിടെ അത് ചേർത്തിട്ടില്ല. അതും നീളത്തിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോകും. അതുകൊണ്ട് കുമ്പളങ്ങ അരിഞ്ഞതുപോലെ തന്നെ വെള്ളരിക്കയും അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അവിയൽ ഉണ്ടാക്കുമ്പോൾ മിനിമം ഇത്രയും കഷ്ണങ്ങൾ വേണം. ഇതിൽ മെയിനായിട്ടും വേണ്ടത് ചേനയും പച്ചക്കായയും മുരിങ്ങവാളും ക്യാരറ്റ് ഇതൊക്കെയാണ് അവിയലിന് മെയിൻ ടേസ്റ്റ് നൽകുന്നത്. നിങ്ങൾ സദ്യക്കാണ് ഇത്രയും കഷ്ണങ്ങൾ ഉപയോഗിച്ച് അവിയൽ തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 7-8 ആൾക്കാർക്ക് കഴിക്കാനുള്ളത്ര അവിയൽ ഇതുണ്ടാകും. അതിലും കൂടുതൽ വേണമെങ്കിൽ കഷ്ണങ്ങളൊക്കെ കുറച്ച് കൂടുതൽ അളവിൽ എടുത്താൽ മതി. ചില ആൾക്കാർ തക്കാളിയൊക്കെ ചേർക്കാറുണ്ട്, പിന്നെ വഴുതിനിങ്ങ അങ്ങനെയൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ ചേർക്കുന്നില്ല. പൊതുവേ ഞാൻ വഴുതിനിങ്ങയും തക്കാളിയൊന്നും അവിയൽ ചേർക്കാറില്ല. അപ്പോൾ നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മുറിച്ച പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. അധികം വേവുള്ള സാധനങ്ങൾ ഏറ്റവും അടിഭാഗത്ത് ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് മുരിങ്ങവാൾ ഇട്ട് കൊടുക്കാം. പിന്നെ ചേന, പച്ചക്കായ, ക്യാരറ്റ്, കുമ്പളങ്ങ, പാവയ്ക്ക ഇതൊക്കെ ചേർക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ചേർക്കണം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾ എരിവിന് കണക്കായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ അടുത്തതായി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. അവിയലിന് പച്ചമുളകിൻ്റെ എരിവാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മുളക് പൊടി അധികമാവരുത്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. വെള്ളം അധികമാവരുത്. കഷ്ണങ്ങളൊക്കെ മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കരുത്. ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് നിൽക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ചേർക്കണം. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആവിയിൽ എല്ലാ കഷ്ണങ്ങളും നമുക്ക് വെന്ത് കിട്ടും. പിന്നെ പച്ചക്കറി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടിക്ക് പിടിക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടി പറയുന്നത്. ഈ സമയം നമുക്ക് അവിയലിന് ചേർക്കേണ്ട തേങ്ങ തയ്യാറാക്കാം. ഇവിടെ എനിക്ക് ചിരകിയ ഫ്രോസൺ തേങ്ങയാണ് കിട്ടാറുള്ളത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അളവ് പറയാൻ വേണ്ടി അറിയില്ല. ഏകദേശം വലിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ ചിരവിയത് ഉണ്ടാവും ഇത്. അപ്പോൾ ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചേർക്കാം. പൊതുവേ തേങ്ങയുടെ കൂടെ എൻ്റെ അമ്മയൊക്കെ ചെറിയ ഉള്ളിയല്ല ചേർക്കാറ്, വെളുത്തുള്ളിയാണ് ചേർക്കാറ്. അപ്പോൾ ഞാൻ രണ്ടും കുറച്ച് ചേർക്കാറുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടും അവിയലിന്. അതുകൊണ്ട് കുറച്ച് വലിയൊരല്ലി വെളുത്തുള്ളി കൂടെ ചേർക്കാം. പിന്നെ വെളുത്തുള്ളി അധികമാവരുത്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിയലിൽ കുറച്ച് പുളിവെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. പുളി ചേർക്കുന്നത് പച്ചക്കറിയൊക്കെ വെന്ത് വരുമ്പോൾ അതിലേക്ക് ഡയറക്റ്റ് ഈ പുളിയുടെ വെള്ളം ചേർക്കാറാണ് ചെയ്യാറ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ട് ക്രഷ് ചെയ്തെടുക്കാം.
പ്രത്യേകം ശ്രദ്ധിക്കണം, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. അധികം അരഞ്ഞു പോയാൽ അവിയലിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിന് വേണ്ട പുളി പൊതിർത്ത് വയ്ക്കണം. അതിനായിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് പൊതിർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളി അധികമാവരുത്, അധികമായാൽ അവിയൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ഇതുപോലെ കഷ്ണങ്ങളുടെ മുകളിലെല്ലാം ആകുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. ഈ സമയം ഇതെല്ലാം കൂടി മിക്സ് ചെയ്യരുത്, ഇതുപോലെ ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. എന്നിട്ട് കുറച്ച് സമയം അടച്ചു വയ്ക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറിയ രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അധികം മിക്സ് ചെയ്യുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും. ഇത് നന്നായി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് നന്നായി ചൂടായി വന്നാൽ മതി. അടുത്തതായി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില നല്ലവണ്ണം ഞെരടിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കണം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.